നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബാധാരാശികളെ കുറിച്ച് പഠിച്ചിരുന്നല്ലോ. ഇപ്പം ചരരാശിക്ക് 11-ാം ഭാവം ബാധയെന്നും സ്ഥിരരാശിക്ക് 9-ാം ഭാവം ബാധാരാശിയെന്നും ഉഭയരാശിക്ക് 7-ാം ഭാവം ബാധാരാശി എന്നും നമ്മൾ പഠിച്ചിരുന്നു. ഇത് താജിക നീലകണ്ഠീയം പോലുള്ള താജിക പ്രശ്നരീതികളിൽ രാശിദൃഷ്ടിയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാതക ഗ്രന്ഥങ്ങളായിട്ടുള്ള പലതിലും, പ്രത്യേകിച്ച് ജാതക പാരിജാതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ബാധാഭാവമായിട്ട് പറയുന്നുണ്ട്. ക്രമാത് ചരാഗദ്വി ശരീരഭാനു നാമാമുപധ്യ ധർമ്മ സ്മരാഗ തദീശ കരേശ മാന്തിസ്ഥിത രാശിനാഥാവധീവ ബാധാകര കേജരാസ്യു. ചരരാശിക്ക് 11-ഉം സ്ഥിരരാശിക്ക് 9-ഉം ഉഭയരാശിക്ക് 7-ഉം ഭാവങ്ങൾ ബാധയാവുന്നു. 22-ാം ദ്രേക്കാണാധിപനും ഗുളിക ഭവനാധിപനും ബാധയാവുന്നു എന്ന് വൈദ്യനാഥ പണ്ഡിതൻ ജാതക പരിജാതകത്തിൽ പറയുന്നു. ഇതുപോലെ തന്നെ ലംബാക ജ്യോതിഷത്തിലും പറയുന്നുണ്ട്. അപ്പം ശ്ലോകം വേണ്ടവർക്ക് ഇത് പഠിക്കാം, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ജാതക പരിശോധനയ്ക്കും ഈ ബാധയെ നിരീക്ഷിക്കേണ്ടതാണ്. ഈ രാശിദൃഷ്ടിയായിട്ടുള്ള കാര്യത്തെയാണ് കേരളീയ പ്രശ്നരീതിയിൽ പ്രശ്നം വെക്കുന്ന സമയത്ത്, കബഡി പ്രശ്നം വെക്കുന്ന സമയത്ത് സാമാന്യ ബാധ എന്നുള്ളത് എടുത്തിരുന്നത്. ആക്ച്വലി സാമാന്യബാധ എന്നുള്ളത് ജാതകത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു പലരും ചോദിച്ചത്. എൻ്റെ പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് കമൻസായിട്ടും അല്ലാതെ പേഴ്സണലിയും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, ഈ സാമാന്യബാധ എന്ന് പറയുന്ന സാധനം പ്രശ്നത്തിലല്ലേ സാറേ ഉപയോഗിക്കുന്നത്, ജാതകത്തിൽ അങ്ങനെ ഉപയോഗിച്ചാലും കണ്ടിട്ടില്ലല്ലോ. ജാതക ഗ്രന്ഥങ്ങളിലാണ് ഇതിൻ്റെ ബേസിക് സോഴ്സ് കിടക്കുന്നത്. കേരളീയമായിട്ടുള്ള പ്രശ്നരീതിയിലേക്ക് പിന്നെ അത് എടുത്ത് ചേർക്കുക ചെയ്തത്. അത് ജാതക പരിജാതകം, അതിനു മുമ്പുള്ള താജിക ഗ്രന്ഥങ്ങൾ, ലംബാക ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ ബാധാരാശികൾ പറയുന്നത്. അപ്പോൾ ബാധകാധിപൻ ജാതകത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ജാതകത്തിൻ്റെ ഇപ്പം ചരരാശി എന്ന് പറഞ്ഞാൽ സ്ഥിരം ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ രാശിയുടെ ഒരു നേച്ചർ. അപ്പം ചരരാശിയുടെ 11-ാം ഭാവം എന്ന് പറയുമ്പം 11-ാം ഭാവം എന്താണ് വാസ്തവത്തിൽ? ഡിസയറുകൾ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താൽ സാറ്റിസ്ഫൈഡ് ആവുന്ന കാര്യങ്ങളാണ്. ഇപ്പം 11-ാം ഭാവം സർവ്വലാഭം എന്നാണ് പറയുന്നത്. സർവ്വലാഭം എന്താണ്? നമുക്ക് ആഗ്രഹിക്കാത്ത ഒരു കാര്യം കിട്ടിയിട്ട് നമുക്ക് ലാഭമാവുമോ? നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് വന്നു ചേരുമ്പം അത് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് സർവ്വലാഭമായി മാറും. ചരരാശിക്ക് 11-ാം ഭാവാധിപൻ ബാധ ആവുമ്പം ചരരാശിയിൽ ജനിക്കുന്നവർക്ക് പൊതുവിൽ ഡിസയറുകൾ നെവർ എൻഡ്സ്, അതൊരിക്കലും അവസാനിക്കാതെ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. 11-ാം ഭാവാധിപൻ, ചരരാശിക്ക് 11-ാം ഭാവാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടോ, ആ ഏത് ഗ്രഹവുമായിട്ട് യോഗം ചെയ്യുന്നുവോ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാവാധിപനും ചേർന്നിട്ട് ഡിസയറുകൾ തീരത്തേയില്ല. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 9-ാം ഭാവമാണ്. 9-ാം ഭാവം ഏതാണ്? ലോങ് ടൈം പ്ലാനുകളാണ്. 9-ാം ഭാവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലൈഫിലെ ലോങ് ടൈം പ്ലാനുകളാണ്, ലോങ് യാത്രകളാണ്, ഗുരുവാണ്, അച്ഛനാണ്. സ്ഥിരരാശിക്ക് 9-ാം ഭാവം ബാധയാവുമ്പം സ്ഥിരമായിട്ട് ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ജീവിതത്തിൽ വരും. അപ്പോൾ 9-ാം ഭാവാധിപനായ ഗ്രഹം എവിടെ, ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ, ഏത് ഭാവാധിപനുമായിട്ട് യോഗം ചെയ്യുന്നുവോ അതിലൊക്കെ ബാധിക്കപ്പെടും എന്നുള്ളതാണ് ജാതക അനുഭവം. ഇനിയും ഉഭയരാശിയല്ലേ, ഉഭയരാശിക്ക് 7-ാം ഭാവമാണ് ബാധ. എപ്പോഴും ഉഭയരാശിക്ക് ബുധന് വ്യാഴവും വ്യാഴത്തിന് ബുധനുമാണ് ബാധ വരുന്നത്. കാരണം മിഥുനൻ രാശിക്ക് ധനുവും ധനുരാശിക്ക് മിഥുനവും. അപ്പോൾ ബുധൻ ഇതുപോലെ തന്നെ തിരിച്ച് മീനത്തിന് കന്നി ബാധയാവുന്നു, കന്നിക്ക് മീനം ബാധയാവുന്നു. ഏറ്റവും വലിയ കാര്യം കന്നിരാശിയിലും ലഗ്നത്തിൽപ്പെട്ടവർക്ക് 7-ാം ഭാവം ബാധാസ്ഥാനവും കൂടിയാണ് എന്നുള്ളതാണ്
അപ്പോൾ ലഗ്നാധിപൻ അവിടെ നീചവും ഭവിക്കുകയാണ്. കന്നി, മിഥുനം, ധനു, മീനം എന്നീ രാശിക്കാർക്ക് റിലേഷൻഷിപ്പ് വഴി അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെ റിലേഷൻഷിപ്പുകൾക്കൊക്കെ എപ്പോഴും ഒരു വേദനകളും പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് മെയിൻ. ഇനി ഓരോ ഗ്രഹങ്ങളും ബാധയായാൽ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് നമുക്ക് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം. രവിയാണ് ബാധകാധിപനും രവിയാണ് ബാധയായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ എങ്ങനെ ചിന്തിക്കാം? രവി പൊതുവെ എന്താണ്? ഫെയിമാണ്, മറ്റുള്ളവരുടെ മുന്നിൽ രാജാവിനെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, കീർത്തിയാണ്, സോള്, ഈഗോയാണ്, ആത്മബലമാണ്, അതേപോലെ പൊളിറ്റിക്സാണ്, ഇതൊക്കെയാണ്. അപ്പം ഏത് ഭാവത്തിലാണോ ബാധകാധിപനായിട്ട് രവി നിൽക്കുന്നത്, ഏത് ഭാവാധിപനുമായിട്ടാണോ യോഗം ചെയ്യുന്നത്, അവിടൊക്കെ നമ്മുടെ മനസ്സുമായിട്ട് സോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു തടസ്സം, അല്ലെങ്കിൽ ഫെയിമിന് ആ ഭാഗവുമായിട്ട് ഒരു തടസ്സം, ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവസ്ഥ ആ ഭാവത്തിൽ നിന്നും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. നമുക്കതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റാതാവുക, ഇതൊക്കെയാണ് വരുന്നത്. ചന്ദ്രൻ ബാധകാധിപനായി ഏത് ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഫുഡാണ്, മൈൻഡാണ്, വാട്ടർ എലമെൻറ്റ്സ് ആണ്, നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടൻറ്റുകളാണ്, അതുപോലെ ഫുഡ് സെർവ് ചെയ്യുന്നതാണ്, മനസമാധാനമാണ്, അമ്മയാണ്, ഒരുപാട് കാരകത്വങ്ങളുണ്ടല്ലോ. അപ്പം അതിൽ ചന്ദ്രൻ ഏത് ഭാവവുമായിട്ടാണോ ബന്ധപ്പെടുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു മനസമാധാനക്കേട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. ചന്ദ്രൻ ബാധകാധിപനായിട്ട് ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിൽ സക്സസ് ആവാൻ ഒരവസരം വരും. ഈ ബാധകാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലെ നാശമൊന്നുമല്ല കേട്ടോ. ഭൗതിക സുഖങ്ങൾ നന്നായിട്ട് കൊടുക്കും, ഭൗതിക സുഖങ്ങൾ തരും ബാധകാധിപൻ. മറ്റേ മാരകനെ പോലെ അങ്ങനെയല്ല. 6-8-12 പോകുന്ന ഗ്രഹങ്ങളെ പോലെ അല്ല. ഈ ബാധകാധിപൻ എന്ന് പറയുന്നത് ഭൗതിക സുഖങ്ങൾ തരാതിരിക്കത്തില്ല. പക്ഷേ ആ ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു അനുഭവയോഗം കുറയും. നമുക്ക് ഇപ്പം കാറ് മേടിക്കാൻ ആഗ്രഹിച്ചു, കാറ് വാങ്ങിച്ചു, ബാധകാധിപൻ നിൽക്കുന്ന ആ ഭാവത്തിലോ ബാധകാധിപൻ്റെ ദശയിലോ അപകാരത്തിലോ ആയിരിക്കും ആ കാറ് വാങ്ങിക്കുന്നത്. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ, നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇപ്പം ചന്ദ്രൻ ബാധകാധിപനായിട്ടിരുന്നിട്ട് ചന്ദ്രൻ്റെ ദശയോ അപകാരമോ നടക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ആ സമയത്ത് ഒരു ഓപ്ഷൻ വന്നാൽ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അത് പിന്നാട്ടെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. ചന്ദ്രൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അത് ജീവിതത്തിൽ പിന്നീട് കയ്യിലേക്ക് വരാൻ വലിയ പാടാണ്. ഇത് ബാധകാധിപൻ അല്ലെങ്കിൽ പോലും ചന്ദ്രനെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. ചന്ദ്രൻ പെട്ടെന്ന് തന്ന് നമ്മളത് എടുത്തില്ലെങ്കിൽ, തരുമ്പോൾ തന്നെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ തരില്ല, പോയിട്ടേയിരിക്കും, അങ്ങ് പോവും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കുജൻ ബാധകാധിപനായി കുജൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തായിരിക്കും? കുജൻ പൊതുവെ എന്തൊക്കെയാണ്? കായിക ബലങ്ങളാണ്, ആരോഗ്യമാണ്, ശാരീരിക പുഷ്ടിയാണ്, അതേപോലെ എന്താ പറയുക, അക്രമ സ്വഭാവമാണ്, ധൈര്യമാണ്, മനോബലമാണ് ഒക്കെയാണ്. ഇപ്പം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചൊവ്വയ്ക്ക് ബലമുള്ളവർ പൊതുവെ നല്ല പൊക്കക്കുറവായിരിക്കും. ആണായാലും പെണ്ണായാലും ഒരു മീഡിയം പൊക്കവേ ഉണ്ടാകത്തുള്ളൂ. വലിയ ഹൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ജിമ്മിലൊക്കെ പോയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നോക്കണം. ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അധികം പൊക്കം വരില്ല. ഒരുപാട് പൊക്കമുള്ള ആൾക്കാരുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ, ഇപ്പം വെസ്റ്റ് സൈഡിലൊക്കെയുള്ള പല രാജ്യങ്ങളിലും ആൾക്കാർക്ക് മിനിമം പൊക്കം 6 അടിക്ക് അടുത്താണ്. 5.5 അടി 5.25 അടിയൊക്കെ എല്ലാം നോർമലാണ്. അവിടെയും പോയിട്ട് നോക്കുമ്പം അവിടുത്തെയൊക്കെ ജിമ്മുകളിൽ നമ്മൾ അതൊന്ന് റിസർച്ച് പോലെ, അല്ലെങ്കിൽ അത് റിസർച്ച് ചെയ്തിട്ടുള്ളവരുടെയൊക്കെ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ അവിടെ ഈ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൂടുതൽ ഫിസിക്കലി ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒട്ടും പൊക്കം കുറവുമല്ല, ഒരുപാട് കൂടുതലും അല്ല, അതൊരു മീഡിയം പൊക്കവും ഫിസിക്കലി ഫിറ്റും ആയിരിക്കും. ഇതാണ് ചൊവ്വ.
ചൊവ്വ കുറച്ച് അഗ്രസീവാണ്. ചൊവ്വ ഏത് ഭാവവുമായിട്ടാണോ ബന്ധപ്പെടുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഒരു സംഘർഷം, ഒരു വഴക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സംഘർഷവും വഴക്കും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഭാവം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് ബുധനാണ്. ബുധൻ എന്ന് പറയുമ്പം നമ്മളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷന്, നമ്മുടെ ഡെയിലി റൊട്ടീൻ, ഇതൊക്കെയാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പം ബുധൻ ബാധകാധിപനാവുമ്പം കമ്മ്യൂണിക്കേഷൻ നിമിത്തം ഏത് സ്ഥലത്താണോ ബുധൻ നിൽക്കുന്നത് ആ ഏരിയയിൽ കമ്മ്യൂണിക്കേഷൻ നിമിത്തമുള്ള പ്രോബ്ലംസ്, നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ആ ഭാവവും അതുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ഭാവാധിപന്മാർ തമ്മിലുള്ള കണക്ഷൻസിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് വീനസാണ്, ശുക്രൻ്റെ കാരകത്വങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ. ശുക്രൻ്റെ കാരകത്വങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശുക്രൻ്റെ കാരകത്വം, ശുക്രൻ പാതകാധിപനായ ഒരു രാശിയിൽ നിന്ന് പെട്ടെന്ന് ചാടിക്കറി പറയരുത് ദാമ്പത്യ പ്രശ്നം ഉണ്ടാകുന്നു. അത് ശുക്രൻ പാതകാധിപനായ ദാമ്പത്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഉഭയരാശിക്കാർക്കാണ്. ഉഭയരാശിക്കാർക്ക് ബാധകാധിപനാവില്ലല്ലോ. ശുക്രൻ ബാധയെ പോയാൽ, ശുക്രൻ 7ാം ഭാവമായിട്ട് ബാധയെ പോയാൽ, അല്ലെങ്കിൽ ഉഭയരാശിയാവുകയും ബാധകാധിപനായ ബുധനോ വ്യാഴവുമായിട്ട്, ഉഭയരാശിക്ക് ബുധനോ വ്യാഴമോ ബാധകാധിപനാവത്തുള്ളൂ. ആ ബുധനോ വ്യാഴവുമായിട്ട് ശുക്രൻ യോഗം ചെയ്യുകയോ ചെയ്താൽ ദാമ്പത്യ പ്രശ്നം വരും. റിലേഷൻഷിപ്പ് വഴി വല്ലാണ്ട് ബാധിക്കപ്പെടുന്ന, വല്ലാണ്ട് വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ശനിയാണ്. ശനി ബാധകാധിപനായാലും, ശനി ബാധാരാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ ബാധകാധിപനുമായി യോഗം ചെയ്യുക ഒക്കെ വന്നാൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ എപ്പോഴും നമുക്ക് താഴെയുള്ളവർ നമ്മളുടെ മുകളിലേക്ക് ചവിട്ടിക്കയറാൻ നോക്കും. എപ്പോഴും സബോർഡിനേറ്റ്സിൽ നിന്നുമുള്ള പ്രോബ്ലംസ്, വീട്ടിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ട, നമ്മൾ സംരക്ഷിക്കേണ്ട, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് പ്രശ്നങ്ങൾ, നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു അലച്ചിലിൽ പോയിക്കൊണ്ടിരിക്കും. ഏത് ഭാവവുമായിട്ടാണോ അത് ബന്ധപ്പെടുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വൈകൽ, ഒരു തടസ്സം, ഒരു അലച്ചിൽ ഇവയുണ്ടാവും. അടുത്തത് എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം എന്ന് പറയുന്നത്, ജൂപ്പിറ്റർ എന്ന് പറയുന്നത് പ്രോമിസാണ്, ട്രസ്റ്റാണ്, ദൈവികതയാണ്, ലക്കാണ്, പണമാണ്. വ്യാഴം ബാധകാധിപനാവുകയോ ബാധയുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവീക വിഷയത്തിൽ ഒരിടനിലക്കാരനെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. അത് നിമിത്തം എപ്പോഴും പ്രശ്നം വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിലും ഇടനില നിന്ന് വാക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഏത് ഭാവവുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഞാനത് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ആരോടും പറയാതിരിക്കുക എന്നുള്ളത്. അത് നടക്കത്തില്ല. നമ്മൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്നത് നിമിത്തം, അത് ജോലിയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഏതിലായിക്കോട്ടെ, നമ്മൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്ന നിമിത്തം ബുദ്ധിമുട്ടുകൾ വരും. അടുത്തത് രാഹുവും കേതുവുമാണ്. രാഹുവിനും കേതുവിനും ആധിപത്യമില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ആ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് വെക്കണ്ട. അപ്പോൾ ആധിപത്യമില്ലാത്തതുകൊണ്ട് ബാധകാധിപനുമായിട്ട് യോഗം ചെയ്യുകയോ ബാധകാധിപൻ രാഹുകേതുക്കളുടെ നക്ഷത്രത്തിൽ പോയി നിൽക്കുകയോ ചെയ്താൽ രാഹു വർക്ക് ചെയ്യും ബാധയായിട്ട്. കാരണം അവർക്ക് ആരുടെ കൂടെ നിൽക്കുന്നോ അവരുടെ സ്വഭാവമാണല്ലോ വരുന്നത്. രാഹു എന്ന് പറയുന്നത് ആരുമായിട്ടാണോ നിൽക്കുന്നത് ഹാലൂസിനേഷൻസ് ഉണ്ടാക്കും, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ വ്യാഴവുമായിട്ട് യോഗം ചെയ്യുമ്പോൾ അതാ ഗുരുചണ്ഡാള യോഗം എന്ന് പറയുന്നത്. അതിൽ തന്നെ രാഹു വിജയിക്കുന്നതാണ്, രാഹു വ്യാഴവും കൂടെ യോഗം ചെയ്തിട്ട് വിജയിക്കുന്നതാണ് യാഥാസ്ഥിതികതയിൽ നിന്ന് മാറിയിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഐഡിയോളജി മാറ്റിയിട്ട് അതിനെ വേറൊരു രീതിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കാസറ്റിലുണ്ടായിരുന്ന പാട്ടുകളെ സി ഡിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, പാട്ട് അത് തന്നെയാണ്, പക്ഷേ സി ഡിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രാഹുവിൻ വ്യാഴത്തിൻ്റെ യോഗം. അത് പുതുമ ഉള്ള ഒരു സാധനം പഴയതിനെ പുതിയ കുപ്പിയിലാക്കി ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാലദേശങ്ങൾക്കനുസരിച്ച് പുതിയ ട്രെൻഡൊക്കെ കൊണ്ടുവരുന്നത് ഈ വ്യാഴത്തിലും ശുക്രനും ഒക്കെ രാഹുബന്ധം വരുമ്പോഴാണ്. അപ്പോൾ രാഹുബന്ധം വരുമ്പോൾ രാഹു മോശമാണെങ്കിൽ
രാഹു ബാധകാധിപനുമായിട്ട് യോഗം ചെയ്യുകയാണെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസിയും ഡിപ്രഷനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. ഡിപ്രഷൻ നിമിത്തം ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ബ്രേക്കപ്പുകൾ, അതേപോലെ തന്നെ ബാധകാധിപൻ്റെ ദശയിലോ അപഹാരത്തിലോ ഒക്കെ ബ്രേക്കപ്പുകൾ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ വരും. കേതുവും അതുപോലെയാണ്, ഫുള്ള് തടസ്സങ്ങളായിരിക്കും. ഈ ബാധകാധിപനുമായിട്ട് യോഗം ചെയ്ത കേതു തൽഭാവവുമായിട്ടും ഭാവാധിപത്യവുമായിട്ടും യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് നിരന്തരം പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ആയുർ നിർണയത്തിൽ ബാധകാധിപൻ്റെ പ്രാധാന്യം, ബാധകാധിപനുമായി ശനി, അഷ്ടമാധിപൻ എന്നിവരുടെ യോഗം, ദശയോ അപഹാരമോ വരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഭൗതികപരമായിട്ടുള്ള ഗുണങ്ങൾ ബാധകാധിപൻ തരും. തടസ്സങ്ങളുണ്ടാക്കുന്നത് ആയുസ്, രോഗം, നിൽക്കുന്ന ഭാവങ്ങൾ, പെട്ടെന്നുള്ള മാറ്റം, പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സം എന്നിവയാണ്. ഇത് യൂട്ടിലൈസ് ചെയ്യുക, ഈ അറിവുകളൊക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യാഴം ബാധകാധിപനായിട്ട് 6-8-12 പോയാൽ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്നുള്ളത്. വ്യാഴം പൊതുവെ 6-8-12 പോകുമ്പോൾ ദൈവാധീനവും ഭാഗ്യവും പോവല്ലോ. പക്ഷേ ബാധകാധിപനും കൂടെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അവർക്ക് ദശയും അപഹാരവും കൂടി ദശ വരികയും കൂടെ ചെയ്താൽ, വ്യാഴം ദശയും കൂടെ ഏറ്റെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ദശയിൽ. അപ്പം ബാധകാധിപനായിരിക്കുന്ന ഗ്രഹത്തിന് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾ മാറ്റിയെടുക്കാം എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഞാൻ ഒരുപാട് പേർക്ക് വെച്ച് പരീക്ഷിച്ച് നോക്കി, ഹൈലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ബാധകാധിപനായിരിക്കുന്ന ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ ഒരു നല്ലൊരു ജ്യോതിഷയുടെ അടുത്തുനിന്ന് ആ ജാതകാടിസ്ഥാനത്തിൽ ചെയ്താൽ, പഠിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഈ ക്ലാസ് ഒരുപാട് നീണ്ടു, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യാഴത്തിൻ്റേത് പഠിക്കാം. പ്രത്യേകിച്ച് 6-8-12 പോകുമ്പോൾ അവർക്ക് ജ്യോതിഷിയെ കൺസൾട്ട് ചെയ്യാൻ പോലും തോന്നത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനുള്ള പരിഹാരം കൂടെ അടുത്ത ക്ലാസ്സിൽ, പരിഹാര സഹിതം അതിൻ്റെ ഫലവും കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.